ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്നൊരു മിനി വ്ളോഗാണ് ചെയ്യണം. നമ്മളൊന്ന് അമ്പലത്തിൽ വന്നതാണ്. ഇന്നിപ്പോൾ കർക്കിടകവാവാണ്, പിതൃതർപ്പണ ദിവസമാണ്. അപ്പോൾ ഞാനും മാണിയുണ്ട്, കുട്ടുമുണ്ട്, ആരുമുണ്ട്, വിച്ചുണ്ടെന്ന് വെച്ചിട്ട് ഷൂട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ബലിയിടാന്ന് വെച്ചിട്ട് വന്നതാണ്. ഇത് വീടിൻ്റെ അടുത്ത് തന്നെ ക്ഷേത്രം കേട്ടോ, ഒരു 10 മിനിറ്റേ ഉള്ളൂ ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ നമ്മൾ 8:30 വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഈ രാവിലെ സമയത്ത് നല്ല തിരക്കുണ്ടാവും. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, കാരണം നമ്മൾ കഴിക്കാണ്ടൊക്കെയല്ലേ ബലിയിടുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെയാണ് കൂടുതലും തിരക്കുണ്ടാവണേ. അപ്പോൾ വീട്ടിൽ ബലിയിടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരൊക്കെ കൂടുതലായിട്ട് ക്ഷേത്രത്തിലാണ് ഇടുന്നത്. അപ്പോൾ നമുക്കും ബലിയിടേണ്ട ആവശ്യമുണ്ടായിരുന്നു. എനിക്ക് ബലിയിടുണ്ടായിരുന്നു, കുഞ്ചുവിനും മോഹനാച്ചയ്ക്ക് വേണ്ടിയിട്ട് ബലിയിടണമായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്കൊരു കൂട്ടു നമസ്കാരം പിതൃ നമസ്കാരം ഒക്കെ എഴുതിക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നാൽ കേട്ടോ. അപ്പോൾ വിച്ചു ഷൂട്ടുണ്ട്, പക്ഷേ വിച്ചു അവിടെ ബലിയിട്ടോളാന്ന് പറഞ്ഞു, അവിടെ അടുത്ത ക്ഷേത്രത്തിൽ പോയി ഇട്ടോളാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് ബലിയിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആരോനാണെങ്കിൽ പൊതുവേ ക്ഷേത്രത്തിൽ വരുന്ന ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ വന്നതാണ്. നമ്മൾ വീട്ടിൽ നിന്ന് പലരും പല സെറ്റായിട്ട് കേട്ടോ വന്നത്. വീട്ടിൽ നിന്ന് അച്ഛനൊക്കെ രാവിലെ വന്ന് ബലിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ രാവിലെ നല്ല തിരക്കായിരുന്നു, ഭയങ്കര തിരക്കാന്ന് പറഞ്ഞു. ഇപ്പോൾ വന്നപ്പോഴും ഇവിടെ അത്രയും തിരക്കില്ലെങ്കിലും ബലി ഇടുന്നിടത്ത് അപ്പുറത്ത് ഇങ്ങനെ പന്തലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, വെയിലല്ലേ, അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ബലി ഇടുന്നത്. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ ചെന്നിട്ട് എനിക്ക് തോന്നുന്നൊരു 3ാമത്തെ സെറ്റാണ് നമ്മളുടെ ക്യൂ നിന്നിട്ട് 3ാമത്തെ സെറ്റിലാണ് നമ്മൾ ബലിയിട്ട്. എങ്കിലും നോർമലി അമ്പലങ്ങളിൽ കാണുന്ന തിരക്കുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഇവിടെ വലിയ തിരക്കില്ലാത്ത ക്ഷേത്രമാണ്. ഇവിടെ ഫ്രൈഡേ മാത്രമേ തിരക്കുണ്ടാവുള്ളൂ. ദേവി ക്ഷേത്രമാണ്, അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിലും തിരക്കുണ്ടാവാറ്. അപ്പോൾ നമ്മൾ റെസിപ്റ്റൊക്കെ മുറിച്ചിട്ട് അവിടെ പോയി നിന്നു. ആരുവിന് അമ്പലത്തിൽ വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര താല്പര്യമാണ്. അവൻ പൊതുവെ ആ ഒരു വൈബാട്ടോ. വീട്ടിൽ അമ്മയൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഭക്തിയുള്ള ആ ഒരു ടൈപ്പാണ്. ഞാൻ അത്യാവശ്യം അമ്പലത്തിൽ വരും പോകലൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ആരും വെച്ചാൽ ആരും ഊണിലും ഉറക്കത്തിലൊക്കെ അമ്പലത്തിൽ പോകണം എന്നുള്ളൊരു ചിന്തയാണ് കേട്ടോ. കാരണം പുള്ളിക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് വൈഡായിട്ട് സ്പേസും കിട്ടും, അതുകൊണ്ടായിരിക്കും ഓടി നടക്കാമല്ലോ. അപ്പോൾ അതാണെന്ന് എനിക്ക് തോന്നുന്നു. ആരുവിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓട്ടമായിരുന്നു. പിന്നെ കുട്ടും ഉണ്ടായിരുന്നു. മാണി പിന്നെ ക്യൂവിൽ തന്നെ നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുട്ടും ആരും കൂടെ പോയി ബിസ്ക്കറ്റോ എന്തൊക്കെയോ വാങ്ങിയിട്ട് വന്നിട്ട് അവിടെ നിന്ന് രണ്ടും കൂടെ കഴിക്കണം. കാരണം കുട്ടിനും വിശക്കുന്നുണ്ടായിരുന്നു, നല്ല രാവിലെ പോകുന്നതല്ലേ. അപ്പോൾ ഒത്തിരി ലേറ്റായി, കാരണം നല്ല തിരക്ക് ക്യൂ ആയിരുന്നു. ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്യും മന്ത്രങ്ങളൊക്കെ, അങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അത്യാവശ്യം ഒരു 10-40 പേരാവുന്നവരെ അങ്ങനെ നിർത്തിയിട്ട് അങ്ങനെ കേട്ടോ ചെയ്യണം. എന്നിട്ട് സെപ്പറേറ്റ് ഞാൻ വിചാരിച്ചിരുന്നത് സെപ്പറേറ്റ് ഒരാൾക്ക് ഒരു പോറ്റി അങ്ങനെ ആയിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അല്ലെങ്കിൽ ഒരു പോറ്റിയേ ഉണ്ടാവുള്ളൂ, അതായിരിക്കും ഇത്ര താമസം വരണമെന്നൊക്കെ. ഞാൻ ഇതുവരെ ബലിയിടാൻ വേണ്ടി വന്നിട്ടില്ല. നോർമലി നമ്മൾ വീട്ടിലാണ് കൂടുതലും ബലിയിടുന്നത്, അങ്ങനെ പോയി ഇടലില്ല. പക്ഷെ ഇപ്രാവശ്യം എന്തോ അച്ഛനും എനിക്കറിയത്തില്ല, വേറെ എന്തൊക്കെയോ ചടങ്ങുകളുണ്ട്, അച്ഛന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം അമ്പലത്തിൽ തന്നെയാണ് ബലിയിട്ട. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലാണ് ബലിയിടുന്നത്. അതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ വന്നിട്ട് എനിക്ക് അറിയത്തില്ല, തിരക്കാന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഓരോരുത്തർക്ക് ഓരോ പോറ്റി അങ്ങനെ, അതുകൊണ്ടായിരിക്കും അത്രയും ലാഗ് വരുന്നതെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ അവർ ബലിയൊക്കെ ഇട്ടിട്ട് അത് കൊണ്ടുപോയി അവിടെ കാക്കയ്ക്ക് വെക്കുന്നൊരു ഇതാണ്. ഇതിപ്പോൾ ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്തായിട്ട് അതിന് വേണ്ടിയിട്ടൊരു സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ആയിട്ടോ കൊണ്ടുപോയിക്കുക. നമ്മൾ നേരത്തെ തൊഴുതു നടക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു, ബലിയിട്ടത് കൊണ്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാക്കേനെ കൈ കൊട്ടി വിളിച്ചിട്ട് മാറി നിൽക്കും. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകത്തില്ല, പിന്നെ അശുദ്ധിയായി എന്നാണ് പറഞ്ഞത്, അമ്പലത്തിനകത്തും കയറത്തില്ല. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് ഇറങ്ങി തിരിച്ചുറ്റ സമയമാണ് നമ്മൾ ഓട്ടോ പിടിച്ചിട്ടാട്ടോ പോകുന്നത്. ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ വന്ന് കൊണ്ടുപോകാനൊന്നും, അതുകൊണ്ട് നമ്മൾ ഓട്ടോ പിടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അത്രയുള്ളൊരു കുട്ടി വ്ളോഗ്. നിങ്ങൾക്ക് ഈ ഒരു മിനി വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.